Hi dear friends, Say Daysലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോമ്പ് തീരാനാകാണ്. ഇനി നമുക്ക് വരുന്ന പെരുന്നാളാണ്. ആ പെരുന്നാളിൽ നമ്മൾ പലതരം ബിരിയാണി, മന്തി, മജ്ബൂസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ബീഫ് ഒരു 3/4 കിലോയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചെറിയ പീസാണ്. ബിരിയാണിക്കെന്ന് പറഞ്ഞ് മുറിച്ച് തന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടി 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10-15 അണ്ടി വെളുത്തുള്ളി. പിന്നെ നിങ്ങൾ എരിവിന് നോക്കിയിട്ട് നമ്മൾ പച്ചമുളകാണ് ഇതിന് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒരു 6 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇത് ഒന്ന് ചതച്ചിട്ട് വരിക. നമ്മൾ നന്നായിട്ട് അരഞ്ഞു പോകണ്ട, പേസ്റ്റ് പോലെ ആവണ്ട, ഒന്ന് ചതച്ചാൽ മതി. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മസാലകൾ ഇടാം. അതിലിപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും, ഒരു 1.5 ടേബിൾ സ്പൂൺ ആ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 2-3 പീസ് പുതിന ഇലയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഈ മസാല ഒന്ന് ബീഫിലേക്ക് പിടിക്കട്ടെ. ഇതിനകത്തൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കണ്ട. കാരണം വെച്ചാൽ ഇത് നമുക്ക് വെള്ളം ഇറങ്ങി വരും. ബീഫിൽ നിന്ന് മിക്കവാറും വെള്ളം ഇറങ്ങി വരാറുണ്ട്. ഞാനിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് വേവിച്ചത്. അപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാവുക. പിന്നെ നിങ്ങൾ നേരെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിന് അത് വെന്ത് കിട്ടും. ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഞാനത് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ജീരകശാല അരിയാണ്. ഇതൊരു 3 കപ്പ് അരിയുണ്ട്. അപ്പോൾ 3 കപ്പിന് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലക്കാണ് എടുക്കേണ്ടത്. അത് ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേസ്റ്റ് കുറച്ചൊരു ചേഞ്ച് ചെയ്യും. അപ്പം നെയ്യും കൂടി ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റ് കൂടും. 2 സവാള ഞാൻ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഗോൾഡൻ കളർ ആകുന്നവരേക്കും നിങ്ങളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിയിട്ട് പിന്നെ നമുക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മൂത്ത് പോയിനേനു. പിന്നെ പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റിയിട്ട് നമ്മളതൊന്ന് പ്ലേറ്റിൽ നിരത്തി വെക്കുക. കൂട്ടി വെക്കാതെ നിരത്തി വെക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവില്ല, കുഴഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു പ്ലേറ്റിനകത്ത് ഫുള്ളായിട്ട് നിരത്തി ഇവിടെ വെച്ചേക്കുക. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ക്യാഷ് ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം കരിഞ്ഞങ്ങ് പോകുന്നു വേണ്ട, ഈ ഒരു പാകത്തിനേക്ക് മതിയാവും. പിന്നെ എൻ്റെ അടുത്ത് റൈസൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ കുരുവിള കറുത്ത മുന്തിരി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസൻസ് നോക്കുമ്പോൾ കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 പീസ് പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതോട് ഇട്ട് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി എണ്ണയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇതാ വറുത്തിട്ട് കളറൊക്കെ ഒന്ന് മാറി ഈ അരിക്കൊരു പൊട്ടൽ വരും. ആ സമയത്ത് പൊട്ടുന്ന ആ സമയത്താണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം, ആ ലെവലിലാണ് ഇങ്ങ് എടുക്കേണ്ടത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ ചോറിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് തിള വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തിള തിളക്കുമ്പോഴേക്കും നിങ്ങൾ തീ നേരെ കുറച്ച് സിലിം വെക്കുക. അപ്പോൾ ഞാനത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോറ് അവിടെ നിന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത്, ഇതിലാണ് ഞാൻ പൊതുവേ ബിരിയാണി വെക്കുന്ന പാത്രം. അപ്പോൾ നമുക്ക് അതിലേക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ദമ്മിടാം. ഞാനതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 3 സവാള ഉണ്ട്. അപ്പോൾ ആ 3 സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയത് കളറെല്ലാം മാറി വന്ന സമയത്ത് ഞാൻ നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കഴിവതും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച പോലെ നിങ്ങൾ തോന്നിയില്ലേ, അത് വേറൊന്നുമല്ല കേട്ടോ. ആ മിക്സീൻ്റെ ജാറിൽ ഞാൻ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചില്ലേ അത് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും വേണ്ട. ആകെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല മാത്രമാണ്. ഇതിനകത്ത് മഞ്ഞളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ മഞ്ഞളൊന്നും ഞാൻ ഇടാറില്ല. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിനകത്ത് 1 സ്പൂൺ തൈര് 1.5 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായിട്ടുണ്ടായി. അപ്പോൾ ഞാനത് നിങ്ങളോട് പ്രത്യേകിച്ച് വന്ന് തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ബീഫിൻ്റെ അതിൽ കുറച്ച് മസാലയൊക്കെ പറ്റിയിരിക്കുമല്ലോ, അതെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. അതിൻ്റെ ഫ്ലേവറെല്ലാം ആ മസാലയിലുണ്ടാവുക. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ആ ബീഫും നമ്മൾ ഉണ്ടാക്കിയ മസാല എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. നമുക്കത് മൂടി വെക്കാം, ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ചെറിയ തിളയെല്ലാം വന്ന് എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഞാൻ ചോറ് കൃത്യമായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളം പാകമായിരിക്കണം, തീ പാകമായിരിക്കണം. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ചോറ് സെറ്റാവുക. അല്ലെങ്കിൽ ചോറ് എപ്പോൾ നാശമായി പോകും. ഒന്നുകിൽ വേഗില്ല, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും, ആകെ ഒട്ടിപ്പിടിച്ച് നാശവശമാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ ബിരിയാണി വെക്കാൻ അറിയാത്തവർക്കല്ല കേട്ടോ ഞാൻ പറയണം, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഇത് ക്ലിയറായിട്ട് ഒന്നും കൂടി എടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാം. അപ്പം അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല വേറെ 2 ലെയറൊന്നും ആക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ചോറ് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് ഒറ്റ ലെയർ തന്നെ ദമ്മിട്ട് വെക്കാം. അപ്പോൾ ആ മസാലയിലേക്ക് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ നേരെ പകുതി ചോറ് നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ചോറിലൊന്ന് മസാല മൂടിയ രീതിക്കൊന്ന് ഇങ്ങനെ നിരത്തി ഇട്ട് വെക്കുക. നിങ്ങൾ കാണുന്നില്ല ഇതുപോലെ തന്നെ. അപ്പം എല്ലാവരും ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് ചിക്കൻ ബിരിയാണി അങ്ങ് പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മീൻ ബിരിയാണിയാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതാണ്. നമുക്ക് ചോറിനൊരു ചെറിയ കളറൊക്കെ നമ്മൾ ഫുഡ് കളറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അതുപോലെ കലക്കി വെച്ചിരിക്കുക. അതിന് ശേഷം ഞാനിട്ടത് ഗരം മസാലയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കും. അതിൻ്റെ മേലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കറുത്ത മുന്തിരി എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നി കേട്ടോ കറുത്ത മുന്തിരി ഇടണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് കുരുവുള്ള മുന്തിരിങ്ങാണ്. പിന്നെ ചോറിന് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഇട്ട് കൊടുത്തു, ക്യാഷും ഇട്ട് കൊടുത്തു. ഇപ്പോൾ കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് പുതിന മുന്തി നിന്നപ്പോൾ പുതിനൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക. അതുകൊണ്ട് കഴിവതും നിങ്ങൾ പുതിന ശ്രദ്ധിച്ചിട്ട് മാത്രമേ 3-4 ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. എന്നാൽ അത് ചോറിന് പ്രത്യേക ഒരു മണമാണ് നമ്മൾ എടുക്കുമ്പോൾ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ചോറില്ലേ, ആ ചോറും കൂടി പിന്നെ ഇതുപോലെ തന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പം ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മുകളിലും പിന്നെ ഒന്നും കൂടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചോറിലിങ്ങനെ സെറ്റാക്കി, അതായത് സൈഡിലെല്ലാം ഇങ്ങനെ അമർത്തി നന്നായിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളിട്ടില്ല അത് തന്നെ അതേപോലെ നമ്മൾ ആ കളർ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുഡ് കളറൊന്നും അല്ല, ചെറുനാരങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ സാഫ്രോൺ മിൽക്ക് ഒഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, അത് വേണമെങ്കിലും ഒഴിക്കാം. ഗരം മസാലേൻ്റെ പൊടി ഇട്ടെടുത്തു, മല്ലിയില ഇട്ടെടുത്തു. അതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ 2-3 പുതിന എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ കിസ്മിസ്, സവാള, അതും കൂടി നന്നായി. സവാള കണ്ടോ നിങ്ങൾ, ആ ക്രിസ്മസ് ഒന്നും പോലെ നല്ല പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്, അതെങ്ങനെ എടുത്ത് തിന്നാനും നല്ല രസമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ദം ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വളരെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ആ മുകളിൽ വെച്ച പാത്രത്തിൽ ഫുള്ള് വെള്ളമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ നിങ്ങൾക്കത് ചുറ്റുമായിട്ട് കുഴച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടോടെ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബീഫ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് വെന്ത് ലെയറായിട്ടൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നല്ല ബീഫാണ് കിട്ടിയത്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് വെയർ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.